വിവിധ രാജ്യങ്ങളില് ആത്മീയമായ ഉണർവ് നൽകിക്കൊണ്ട് എല്ലാവരെയും നന്മയുടെ മാർഗത്തിൽ നയിക്കുന്ന ആദരണീയനായ ശ്രീ മോഹൻജി, വേദിയിലിരിക്കുന്ന അതുപോലെ തന്നെ സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. 2 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ വികാരിയായിരിക്കുന്ന തട്ടേക്കണ്ണി ഇടവകയിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലായിരിക്കുമ്പോൾ അന്നദാനമൊക്കെ കഴിഞ്ഞ് പൊതുസമ്മേളനത്തിന്റെ സമയത്ത് മുൻപെങ്ങും പരിചയമില്ലാത്ത കമാൽ സാറിനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായി. വളരെ സന്തോഷത്തോടു കൂടി വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്ന കമാൽ സാറ്, അദ്ദേഹവുമായിട്ട് കുറെ സമയം സംസാരിക്കുവാനായിട്ട് സാധിച്ചു. അന്ന് കമാൽ സാറ് എന്നോട് പറഞ്ഞു, ആത്മീയ ഗുരുവായ മോഹൻജിയുമായിട്ട് അടുത്ത പരിചയമുണ്ട്. മോഹൻജിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നു, അതിനെല്ലാം പങ്കാളിയാണ് എന്ന് കമാൽ സാറ് പറയുകയുണ്ടായി. അന്ന് മുതല് ഒരാഗ്രഹമായിരുന്നു എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളില് കടന്നു വന്ന വ്യത്യസ്തമായ അനുഭവങ്ങള് അതൊക്കെ പറഞ്ഞപ്പോഴ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യമുണ്ട്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തില് കാലത്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമായതാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്ത് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അങ്ങനെ പ്രതീക്ഷകൾക്കപ്പുറത്ത് പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ പല വ്യക്തികളും ആ സംഭവങ്ങളില് വളരെയേറെ പരിതപിച്ച് ജീവിതം തന്നെ തകർന്നു പോകുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ കമാൽ സാറിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ആ ജീവിത അനുഭവങ്ങളിലൂടെ, കഷ്ടപ്പാടിന്റെ, ഒറ്റപ്പെടുത്തലുകളുടെ ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ മനുഷ്യകുലത്തെ മുഴുവൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഉണർവ് അദ്ദേഹം ജീവിത സാഹചര്യങ്ങളിലൂടെ കണ്ടെത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ലോകം മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദ്രുതഗതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകളൊക്കെ വർദ്ധിച്ചു വരികയാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ മുൻകാലങ്ങളിൽ ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമായി തീർന്നിട്ടില്ല, ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാലഘട്ടം മാറി പുതിയ പുതിയ അറിവുകളിലേക്കൊക്കെ കടന്നു വരികയും പുതിയ പുതിയ ടെക്നോളജികള് മനുഷ്യവംശം നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ അത് നന്മയ്ക്കും അതുപോലെ തന്നെ നന്മയില്ലാതെയും ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെ എങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ ഈ ഒരു വളർച്ചയില് സമൂഹത്തെ നേരായ വിധത്തിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മോഹൻജിയെ പോലുള്ള ആത്മീയ ആചാര്യന്മാരുടെ വാക്കുകള്, അവരുടെ പ്രവർത്തനങ്ങള്, അതെല്ലാം നമ്മുടെ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം വടക്കേ ഇന്ത്യയില് പഠിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. വർഷങ്ങളോളം വടക്കേ ഇന്ത്യയിൽ പഠിച്ചു, പല സംസ്ഥാനങ്ങളില് യാത്ര ചെയ്തു. പലപ്പോഴും എന്റെ യാത്രകള് ഒറ്റയ്ക്കായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ജീവിത രീതികളൊക്കെ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. ഒത്തിരിയേറെ ഹൈന്ദവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആ ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകി പലതരത്തിലുള്ള അനുഭവങ്ങള് ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ
എല്ലാവരെയും സമചിത്തതയോടെ സ്വീകരിക്കുന്നതിന്, എല്ലാവരെയും മനസ്സിലാക്കുന്നതിന് ഉള്ളൊരു മനസ്സ് എനിക്ക് സർവേശ്വരൻ നൽകിയുണ്ടായി. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏത് പ്രദേശത്ത് ചെന്നാലും നമ്മള് ആ പ്രദേശത്തുള്ള ആളുകളോടൊത്ത് അവരുടെ ആവശ്യങ്ങളില്, അവരുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ സഹായിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴുള്ള സന്തോഷം നമുക്കൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിത ഈ ഭൂമിയില് ഒരു ചുരുങ്ങിയ കാലത്തുള്ള ജീവിതം തന്നെയാണ്. കൂടിപ്പോയാല് 100-110 വയസ്സൊക്കെ നമ്മളൊക്കെ ജീവിച്ചേക്കാം. മോഹൻജിയുടെ പ്രഭാഷണത്തില് പറയുകയുണ്ടായി, ഇത്തരത്തിലുള്ള ആളുകള് ഒരുപക്ഷെ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നൊന്നും യാതൊരു നിർബന്ധങ്ങളുമില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന് ശേഷമായിരിക്കാം ആളുകള് നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിതം ഓരോരുത്തരും സാധിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. നാം ഓരോരുത്തരും അങ്ങനെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന സർവേശ്വരന് മനുഷ്യവംശത്തിന് മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിന് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ മോഹൻജിയെ പോലുള്ള ധാരാളം ആത്മീയ ഗുരുക്കന്മാര് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് ഭാരതീയ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, നാമൊക്കെ ജീവിക്കുന്നത് ഈ ഒരു സംസ്കാരത്തിലാണ്. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും ഈ രീതിയിൽ ഇവിടെ വരുന്നതിന്, ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന്, ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിന് ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകുന്നത് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരമാണ്. സകലരെയും ഉൾക്കൊള്ളുന്ന, സകലരെയും സ്വീകരിക്കുന്ന, സകലരെയും സ്നേഹിക്കുന്ന ഒരു സമ്പുഷ്ടമായ ഒരു നല്ല സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ ഈ സംസ്കാരത്തെ വളർത്തുന്നതിന്, ഇതിന് നല്ല നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പുസ്തകം എഴുതി സമൂഹത്തിന് തന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ, ആ സാഹചര്യങ്ങളിൽ നിന്ന് നല്ല ഒരു സാക്ഷ്യം നൽകി പ്രവർത്തിക്കുന്ന കമാൽ സാറിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.